ഹായ് വെൽക്കം ടു അവർ ചാനൽ വീനാസ് പഹേലി. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് വ്യൂ പോയിൻ്റ് കാണാനുണ്ടോ. അപ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട് വ്യൂ പോയിൻറ്റിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇത് മാട്ടുപ്പെട്ടി റോഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ട് ഡാമും ഇക്കോ പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷയില്ല. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും നമ്മൾ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നതിലും കൂടുതലായിട്ട് നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി അറിയുന്നത്. പിന്നെ അറിയാമല്ലോ, പോണ വഴികളെല്ലാം നമ്മുടെ തേയിലത്തോട്ടവും പിന്നെ കാടുകളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വളഞ്ഞ വഴികളും രസമാണ് യാത്രയൊക്കെ. പക്ഷേ എനിക്കെന്തോ പറ്റിയിരുന്നില്ല. എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പോകുമ്പോൾ കേട്ടോ. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് വണ്ടി നിർത്താനും ഒന്നും കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ അവിടെ എത്തിയത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല ആ വഴികളും കാര്യങ്ങളൊക്കെ. അങ്ങനെ പക്ഷേ അവിടെ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ നിർത്തിയിരുന്നു. മഴ ഇത്തിരി കുറഞ്ഞപ്പോൾ ഞങ്ങൾ മഴയുടെ ഇടയിലേ പോയത്. പക്ഷേ വ്യൂ പോയിൻ്റിൽ എത്തിയപ്പോൾ മഴയൊന്നും ഒട്ടും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണിത്. അപ്പോൾ 3-4 വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതായത് 3-4 വ്യൂന്ന് നമുക്ക് ആ ഒരു മലകളൊക്കെ മലയാണ് കാണുന്നത് കംപ്ലീറ്റ്. അപ്പോൾ തമിഴ്നാട് ഭാഗമാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ടിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ. അങ്ങനെ പിന്നെ കുറേ ഷോപ്പുകളുണ്ട് വഴികളിൽ. അപ്പോൾ കണ്ടില്ലേ, മഴയൊന്നും ഇല്ല. നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മഴ നന്നായിട്ട് കുറഞ്ഞു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. രസമായിരുന്നു കാണാൻ. നല്ല കാറ്റായിരുന്നു കേട്ടോ. കാറ്റും എന്താ പറയുക, തണുപ്പും ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ആ കാഴ്ച കാണുമ്പോൾ നമ്മളതൊക്കെ മറക്കും. കാരണം അത്ര രസമാണ് കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി അറിയുന്നത്. പിന്നെ ടിക്കറ്റ് ഇട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിന് റേറ്റ് ഒന്നുമില്ല, 10 രൂപയാങ്ങാണ്ടുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇതാണ് ഫസ്റ്റ് വ്യൂ നമ്മൾ കാണുന്നത്. ഈ വ്യൂ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ ആദ്യം കാഴ്ചകൾ കാണുന്നത്. പിന്നെ താഴോട്ട് പോകുമ്പോൾ 2 വ്യൂ പോയിൻ്റ് വേറെയുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഓരോ പോയിന്റിൽ നിന്ന് എങ്ങനെയാണ് ആ മലകളിനെ കാണാൻ. ഇവിടെ നിൽക്കുമ്പോഴായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റ്. എന്ന് വെച്ചാൽ കുറേ ഉയരത്തിലാണേ. അപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ ഞങ്ങളോട് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങനെ വലിയ കാര്യമായിട്ടില്ല, നല്ലൊരു തൂളലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. ആ ഒരറ്റം കാണുന്നത് തേനിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കാണുന്ന കാഴ്ച. നിറയെ ഇങ്ങനെ മലകൾ ഇങ്ങനെ നിരന്ന് നിൽക്കണം. ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ രസമുണ്ട്, നമുക്ക് പേടിയാവും. അങ്ങനെ ശരിക്കും അവിടെ നിന്ന് ആസ്വദിക്കാം. അപ്പോൾ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര മഴയല്ല, മഴയുടെ ഒരു കാലാവസ്ഥ കാരണം കൊണ്ടേ ഭയങ്കര തണുപ്പും കാറ്റായിരുന്നു. അതുകൊണ്ട് അത് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കണ്ടോ, കാണുമ്പോൾ അറിയാം നല്ല കാറ്റുണ്ട്. അങ്ങനെ അപ്പോൾ ഫുള്ള് കാടാണ് കേട്ടോ കാണുന്നത്.
അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്നെടുത്തു. പിന്നെ നമ്മൾ അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ് കേട്ടോ. വ്യൂ പോയിൻറ്റിൽ എന്ന് പറഞ്ഞാൽ അടുത്ത പോയിൻറ്റിലേക്ക്. അപ്പോൾ താഴോട്ട് ഇറങ്ങി കുറച്ചും കൂടി താഴോട്ട് പോകണം കേട്ടോ. അപ്പോഴാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓഫീസറും കൂടി ഉണ്ട് കേട്ടോ, സാജു എന്ന പേര്. അപ്പോൾ നമ്മൾ പോകുമ്പോഴൊക്കെ ആളെയും കൂട്ടാറുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് രസമാണല്ലോ. സ്ലിപ്പ് ആണോ അവൾ ഇറങ്ങി ഓടിക്ക്. നീ എങ്ങനെ ഇറങ്ങിയേ? സ്ലിപ്പ് ഓൺ ഉണ്ട് നോക്കണം. ആ നടന്നോ. ഇതാണ് മറ്റേ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഗിരിരാജരല്ലേ മട്ടോ? You are under CCTV surveillance. നടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത പോയിൻ്റ്. അപ്പോൾ ഇവിടെ നിന്നാലും കുറച്ചും കൂടി നമുക്ക് അടുത്തേക്ക് മലകൾ കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ഇതിൻ്റെ താഴോട്ടും ഒരു ഉണ്ട്, സൈഡിൽ കൂടെ താഴോട്ട് പോവാം, അവിടെയും കാണാം. പിന്നെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി താഴോട്ട്, ഭയങ്കരമായിട്ട് താഴോട്ട് പോയിട്ട് അവിടെ നിന്നും മല കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടവർക്കറിയാം അതിൻ്റെ ഭംഗിയൊക്കെ. പിന്നെ കണ്ടില്ലേ മേഘം വന്നിങ്ങനെ നിൽക്കണത്, അത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ ആൾക്കാരിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫോണിലല്ല, നമുക്ക് നേരെ കാണണം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭയങ്കര നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. അങ്ങനെ ഭയങ്കര രസമായിട്ടാണ് മലകൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മഴയുടെ കാരണമാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വൈകിയിരുന്നു, അതുപോലെ തിരിച്ചു പോരാനും വൈകി. അപ്പോൾ ഇച്ചിരി ഇരുട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ചായയും മാഗിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.